എല്ലാവർക്കും നമസ്കാരം. സ്നേഹ ഓർഗാനിക് ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമുക്ക് ഭയങ്കര ചൂടാണ്. ഈ ചൂട് കഴിഞ്ഞിട്ട് ഇതിപ്പോ മെയ് മാസമാണ്. അപ്പൊ ഇനിയിപ്പോ അടുത്ത മഴ വരാൻ പോവുകയാണ്. ജൂണിലേക്ക് മഴ ചെറുതായിട്ട് പെയ്തു തുടങ്ങുന്നതാണ് പ്രതീക്ഷ. നമുക്കിവിടെ 1-2 മഴയൊക്കെ കിട്ടി. അപ്പൊ മഴ പെയ്തു തുടങ്ങുന്ന സമയത്താണ് പഴച്ചെടികൾക്ക് കൂടുതൽ അസുഖം വരുന്നത്. അപ്പോൾ ഫംഗസ് രോഗം ഉണ്ടാവും, പിന്നെ മാവുകൾക്കൊക്കെ ആണെങ്കിൽ ചീക്ക് രോഗം ഉണ്ടാവും, പിന്നെ ഇലപൊഴിച്ചിലുണ്ടാവും. അപ്പൊ അതിനെയൊക്കെ പ്രതിരോധിക്കാനായിട്ട് നമ്മൾ മുൻകരുതൽ എന്ന രീതിയിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അത് ഇവിടെ നമ്മൾ ചെയ്തു തുടങ്ങി നമ്മുടെ ഫാമില്. ഇത് നമ്മുടെ പ്ലാവ് പ്ലാന്റ് ചെയ്തിരിക്കുന്ന സ്ഥലമാണ് കേട്ടോ. അപ്പൊ ഇവിടെ ഒരു പ്ലാവ് ഞാൻ ഒഴിച്ചിട്ടുള്ളതാണ്. ഇത് ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. എന്നെ കുറെ പേര് വിളിച്ചു ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇലപൊഴിച്ചിലൊക്കെ വരുമ്പോ എന്ത് ചെയ്യണം. അപ്പൊ ഞാൻ എല്ലാവർക്കും പറഞ്ഞു കൊടുത്തു ഇങ്ങനെ ചെയ്യണമെന്ന്. എന്നാൽ ഞാൻ അത് ഒന്ന് കാണിച്ചേക്കാന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് വീഡിയോ എടുക്കുന്നത്. ഇന്ന് നമ്മൾ ഈ പ്ലാവിലാണ് കേട്ടോ ചെയ്യാൻ പോണത്. ഈ പ്ലാവില് ഇത് ഇതിന്റെ ചക്ക ഈ പ്രാവശ്യത്തെ കഴിഞ്ഞതാണ്. ഇനി അടുത്തത് ആയി വരുന്നു. ഇതിലൊക്കെ ചക്ക ഉണ്ടാവും, ഈ ചെറിയ കമ്പുകളിലൊക്കെ അതായി വരുന്നേ ഉള്ളൂ. അപ്പൊ ഇനി മഴ തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് ഇത് അടിച്ചു കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ഫംഗിസൈഡ് എന്തെങ്കിലും അടിച്ചു കൊടുക്കണം. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ഇതുപോലെ ഉണങ്ങിയ കമ്പുകളൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയണം കേട്ടോ. ഇതിപ്പോൾ ഉണങ്ങിയ കമ്പുകളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു. മുകളിലേക്ക് അങ്ങനെ ഉണങ്ങിയതില്ല, അതുകൊണ്ട് അത് വേണ്ട. ഉണങ്ങി നിൽക്കുന്ന കമ്പുകൾ ഉണ്ടെങ്കിൽ അതെല്ലാം കട്ട് ചെയ്ത് കളയണം. ഇവിടെ പ്ലാവിന് നമ്മൾ ഫംഗിസൈഡാണ് അടിച്ചു കൊടുക്കുന്നത്. ഇപ്പം നമ്മളിവിടെ എടുത്തിരിക്കുന്നത് കോപ്രോക്സിക്ലോറൈഡ് ആണ്. അത് സാഫോ കോപ്രോക്സിക്ലോറൈഡ് ഏത് വേണമെങ്കിലും എടുക്കാം നിങ്ങൾക്ക്. ഫംഗിസൈഡ് ഏത് വേണമെങ്കിലും എടുക്കാം. പിന്നെ നമ്മൾ അതിൻ്റെ കൂടെ ആഡ് ചെയ്തിരിക്കുന്നത് എക്കാലക്സ് ഒരു 2 ml ആഡ് ചെയ്തിട്ടുണ്ട്. അതൊരു കുറഞ്ഞ അളവിൽ എന്തെങ്കിലും പ്രാണിശല്യം കീടശല്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പൊയ്ക്കോട്ടെ എന്നുള്ള രീതിയിൽ നമ്മൾ തണ്ടിലടിക്കുമ്പോൾ അതെല്ലാ പ്ലാന്റിനും നമ്മൾ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തേക്കുന്ന പശയാണ്. ആ പശ വളക്കടയിൽ വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. അതൊരു 1 ലിറ്ററിന് 50 ml എന്ന കണക്കിന് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് നമ്മളത് ആദ്യം ചെയ്യേണ്ടത്, നമ്മൾ ഇതിൻ്റെ ഈ തണ്ടിൽ നന്നായിട്ട് ഉരച്ച് അതിൻ്റെ പൊടി കളയണം. ഇതിൽ പല പൊടികളും പറ്റി പിടിച്ചിരിക്കുന്നുണ്ടാവും. അപ്പോൾ ഇത് നന്നായിട്ട് നമ്മൾ ചിരണ്ടി കളഞ്ഞിട്ട് അതിനെ ക്ലീൻ ആക്കണം. ഒത്തിരി ഓവറായിട്ടല്ല കേട്ടോ. ഈ പരിപരാന്നുള്ള പൊടികൾ കുറച്ചൊക്കെ ഉണ്ടാവും, അതൊന്ന് ജസ്റ്റ് തട്ടിക്കളഞ്ഞാൽ മതി. ഈ കമ്പുകളുടെ ഭാഗത്തൊക്കെ അത് നമ്മൾ നന്നായിട്ട് തട്ടിക്കളയുമെന്ന്. അങ്ങനെ ഫുള്ള് നന്നായിട്ട് കളയണം. ഇത് നമ്മൾ ഫംഗിസൈഡ് കോപ്രോക്സിക്ലോറൈഡും പിന്നെ ഒരു എക്കാലക്സ് 2 ml പിന്നെ നമ്മൾ ഇതിൽ ആഡ് ചെയ്തേക്കുന്നത് പശയാണ്. ആ പശ തണ്ടിൽ ഇത് നന്നായിട്ട് പറ്റി പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ആഡ് ചെയ്യണത് കേട്ടോ. അതും 1 ലിറ്റർ വെള്ളത്തിൽ 50 ml എന്ന കണക്കിലാണ് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് നമ്മളിത് തണ്ടിൽ നന്നായിട്ട് തേച്ച് കൊടുക്കും. തണ്ടിൽ മാത്രമാണ് നമ്മളിങ്ങനെ ഈ കീടനാശിനി ഉപയോഗിക്കുന്നുള്ളൂ. മണ്ണിലൊന്നും നമ്മൾ കീടനാശിനികൾ ഉപയോഗിക്കുന്നേയില്ല. നമ്മൾ ഓർഗാനിക് രീതിയിൽ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. ഇതുപോലെ നന്നായിട്ട് എല്ലാ ഭാഗത്തും ആകത്തക്ക വിധം ചെയ്തു കൊടുക്കണം. ഇതിപ്പോൾ എല്ലാ ഭാഗത്തും ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ പ്ലാവിന് ഇതിപ്പോൾ നമുക്ക് നവംബർ തൊട്ട് ചക്ക തന്നുകൊണ്ടിരിക്കുന്ന പ്ലാവുകളാണ് കേട്ടോ ഇതെല്ലാം. അപ്പം നമ്മളിതിന് വർഷത്തിൽ ഒരു 2 പ്രാവശ്യമെങ്കിലും 2 പ്രാവശ്യമല്ല 4 പ്രാവശ്യം നമ്മൾ ഇതിന് വളം കൊടുക്കുന്നുണ്ട്. പിന്നെ മൈക്രോ ന്യൂട്രിയന്റ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതുപോലെ സാഫല്ല ഫംഗിസൈഡ് എന്തെങ്കിലും നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ നമ്മളിത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ പ്ലാവാണ് കേട്ടോ. അത് നിങ്ങൾ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിലിപ്പോൾ കണ്ടോ, എല്ലാ ശിഖരത്തിലും മേൽഭാഗം വരെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ കമ്പിലും എല്ലാത്തിലും നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിപ്പോൾ നമുക്ക് നവംബർ മാസം തൊട്ട് ചക്ക തരുന്ന പ്ലാവുകളാണ് കേട്ടോ നമ്മുടെ ഇവിടെയുള്ള ഫുൾ പ്ലാവുകളും. അപ്പം നമ്മൾ അതിന് നന്നായിട്ട് വളം കൊടുക്കണം. നമ്മൾ വർഷത്തിൽ 4 പ്രാവശ്യമെങ്കിലും പ്ലാവിന് വളം കൊടുക്കണം. നമ്മുടെ ഫാമിലി നമ്മൾ അങ്ങനെയാണ് ചെയ്യുന്നത്.
പിന്നെ നമ്മൾ മൈക്രോ ന്യൂട്രിയന്റ് സ്പ്രേ ചെയ്യണം. കുറച്ച് അതിന് ബോറോണിന്റെ കുറവ് അങ്ങനെ കുറച്ച് സംഭവങ്ങൾ ഉണ്ടാവും, സൂക്ഷ്മമൂലകളുടെ കുറവുണ്ടാവും. അപ്പൊ അത് നമ്മൾ നികത്താനായിട്ട് മൈക്രോ ന്യൂട്രിയന്റ് കൊടുക്കാറുണ്ട്. പിന്നെ ഡ്രമ്മിൽ നട്ടിരിക്കുന്ന പ്ലാവുകളൊക്കെ ആണെങ്കിൽ മാത്രം നമ്മൾ ദിവസം നനച്ചു കൊടുത്താൽ മതി. ഇപ്പൊ മണ്ണിലൊക്കെ നട്ടിരിക്കുന്ന പ്ലാവുകൾക്ക് ദിവസം നനയ്ക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ 2 ദിവസം കൂടുമ്പോൾ നമ്മൾ നനച്ചു കൊടുത്താൽ മതി കേട്ടോ. വേറെ കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ല. പിന്നെ ഈ ചക്കകള് ഇങ്ങനെ ചെറുതായി പോകുന്നതും പിന്നെ അതിന്റെ ഉള്ളിലെ ചക്ക കട്ട് ചെയ്യുമ്പോൾ അതിന് ചെറിയൊരു കറുപ്പ്, ഇടയ്ക്കൊരു കറുപ്പ് നിറം അങ്ങനെയൊക്കെ വരുന്നത് അതിന്റെ മൂലകങ്ങളുടെ കുറവുകൾ കൊണ്ടൊക്കെയാണ്. അപ്പൊ നമ്മളത് എല്ലാ വർഷവും 2 പ്രാവശ്യം മൈക്രോ ന്യൂട്രിയന്റ് മസ്റ്റ് ആയിട്ടും അപ്ലൈ ചെയ്യണം. പിന്നെ ചെറിയ ചക്കകൾ ഉണ്ടെങ്കിൽ അത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റാം. ഒത്തിരി ചക്കകൾ ഉണ്ടെങ്കിൽ ചെറിയ ചക്കകൾ നമ്മൾ കട്ട് ചെയ്ത് മാറ്റണം. അങ്ങനെ ഇടിച്ചക്ക പ്രായത്തിൽ പറിക്കണം. അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിയറ്റ്നാം സൂപ്പറിൽ നല്ല രീതിയിൽ കൊണ്ടുനടക്കാൻ പറ്റുന്ന പ്ലാവ് തന്നെയാണ് കേട്ടോ. ഏത് സമയവും ഓൾ സീസണിൽ ചക്ക കിട്ടണമെങ്കിൽ നമുക്ക് വിയറ്റ്നാം സൂപ്പറിൽ തന്നെ വേണമല്ലോ. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അതിന് നല്ല ബലം കിട്ടുന്നതാണ്. ഇപ്പൊ പ്ലാവില് നമ്മൾ ചെയ്തത് കണ്ടു. ഇനി മാവിലും നമ്മൾ ഇതുപോലെ ചെയ്തു കൊടുക്കും. ഇത് നമ്മളിപ്പോ ചെയ്ത് കഴിഞ്ഞ ഒരു മാവാണ്. ഇതിലിപ്പോ നമ്മള് യൂസ് ചെയ്ത് ഫംഗിസൈഡ് ഏതെങ്കിലും എടുത്തു. അതിന്റെ കൂടെ മാവിൽ പ്രത്യേകിച്ചും നമ്മൾ കീടനാശിനി എന്തെങ്കിലും ആഡ് ചെയ്യും. കാരണം എന്താണെന്ന് വെച്ചത് കണ്ടോ, മാവിന്റെ കംപ്ലൈന്റ് ഇതുപോലെ കീടങ്ങളുടെ ആക്രമണം കൊണ്ട് ഇവിടെ പൊട്ടലൊക്കെ ഉണ്ടാവും, മാവിന് കംപ്ലൈന്റ് ഒക്കെ ഉണ്ടാവും. അപ്പൊ ഇത് പരിഹരിക്കാൻ വേണ്ടി എന്തെങ്കിലും കീടനാശിനി നമ്മൾ ഇതിൽ അപ്ലൈ ചെയ്യും. അതൊരു 2 ml ഒക്കെ ചെറിയ തോതിലാണ് നമ്മൾ എടുക്കുള്ളൂ. പിന്നെ നമ്മൾ ഇതിൽ ആഡ് ചെയ്യുന്നത് ഇത് പിടിച്ചിരിക്കാൻ വേണ്ടി പശ, അത് 1 ലിറ്റർ വെള്ളത്തിൽ 50 ml പശ നമ്മൾ യൂസ് ചെയ്യും. അത് വളക്കടയിലൊക്കെ കിട്ടൂട്ട് വാങ്ങിക്കാനായിട്ട് പശ. നമ്മൾ ഇതിൽ ചേർത്തിരിക്കുന്നത് കോപ്രോക്സിക്ലോറൈഡ്. അത് ഇതാണ് കേട്ടോ സംഭവം. ഇത് COC എന്ന് പറയും. COC ആണ് സംഭവം. ഇത് എല്ലാവരും ചോദിക്കാറുണ്ട് ഇത് എന്താണെന്ന്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് കവർ കാണിക്കാൻ എടുത്തേ ഉള്ളൂ. പിന്നെ സാഫ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ സാഫിന്റെ കവർ ഇതാണ് കേട്ടോ. ഇത് ഏതാണെങ്കിലും നമുക്ക് ഉപയോഗിക്കാം, ഇന്നത് തന്നെ വേണമെന്നില്ല. പിന്നെ സാഫിനേക്കാളും കുറച്ചും കൂടി എഫക്റ്റ് COC ആണ്. ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഏതാണ് കംഫർട്ട് എന്ന് വെച്ചാൽ ആ രീതിയിൽ ഉപയോഗിക്കാം കേട്ടോ. മഴക്കാലത്തിന് മുമ്പ് ഇതുപോലെയുള്ള പരിചരണങ്ങൾ കൊടുത്താൽ നമുക്ക് നമ്മുടെ മാവിനെയും പ്ലാവിനെയും ഒക്കെ സംരക്ഷിച്ചെടുക്കാൻ പറ്റും. അതുപോലെ നല്ല കായ്ഫലവും നമുക്ക് കിട്ടും. ഇതുപോലെ നമ്മൾ നമ്മുടെ ഫാമിൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം കാണാം.